ഇപ്പോൾ കെ എം മാണി മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ ശബ്ദ സംരക്ഷണം അത് ഞങ്ങൾ ഒന്നിച്ച് നീങ്ങും. അതിന് ഇപ്പോൾ കറിയ തോമസ് വിഭാഗമുണ്ട്. കറിയ തോമസ് എൻ്റെ ഏറ്റവും വലിയ ആത്മസുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അതിന് കറിയ തോമസിന് മധ്യസ്ഥനൊന്നും ആവശ്യമില്ല, ആരും ഇല്ല. ഇത്തരം ആളുകളൊക്കെ ചേർന്നൊരു കർഷക മുന്നണി, അതായത് കർഷക കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത് കഴിഞ്ഞ കുറെ നാളുകളിൽ അത്ര ഒരു ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ടോ? എങ്ങനെ ഈ കറിയ തോമസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരു കർഷക കൂട്ടായ്മ, മാണി സാർ ഉൾപ്പെടെ ഒട്ടുന്ന ഞങ്ങൾ കുറെ കർഷക സംഘങ്ങളെല്ലാം കൂടി ഞങ്ങൾ ചർച്ച ഉണ്ടായിരുന്നു. അത് ഈ ഇടതുമുന്നണിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമാണെന്നൊക്കെ. അതൊക്കെ മുന്നണിയിലേക്ക് പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെയാണ്? അതൊക്കെ ചുമ്മാ വെറുതെയുള്ള വ്യാഖ്യാനം. നിഴൽ കണ്ട് പിന്നെ കയറ് കിടക്കുന്നുണ്ട് പാമ്പാന്ന് തോന്നുന്ന പോലെയാണത്. ഞങ്ങൾ കർഷകർക്ക് വേണ്ടി നിൽക്കുന്നു. ഏതൊരു കോൺഗ്രസ് അല്ലെങ്കിൽ ഏതൊരു നേതാവ് വിമർശനം ഉന്നയിച്ചാലും അതിന് മറുപടി പറയാനുള്ള ശേഷി പാർട്ടി ചെയർമാനുണ്ട്. അത് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഉന്നയിച്ച ഇത്തരത്തിലുള്ള ഒരു പരാതിയും ആരോപണങ്ങളും ഒക്കെ അതങ്ങ് വേണ്ട, അവരുടെ ഭാഷയിൽ അതിന് മറുപടി പറയുന്നില്ല, അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വേർ ഇഗ്നറൻസ് ഇസ് ബ്ലിസ് ഇറ്റ് ഈസ് ഫോളി ടു ബി വൈസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. നമ്മളെല്ലായിടത്തും നമ്മുടെ വിജ്ഞാനം കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തിടത്തെല്ലാം ഇങ്ങനെ എപ്പോഴും പറയുകയും പ്രസ്താവന എടുക്കുകയും. ഞാൻ വളരെ പ്രസ്താവന കുറച്ചാണ്. എൻ്റെ പ്രസ്താവനകൾ എപ്പോഴും ഉണ്ടോ? ഇല്ലല്ലോ. വളരെ കുറച്ച് പ്രസ്താവന നടത്തുന്നയാളാണ്. ആവശ്യമുള്ളിടത്തേ പറയൂ, ആവശ്യമുള്ള സന്ദർഭങ്ങളെ പറയൂ. അതുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതല്ല, എനിക്ക് മറുപടിയൊന്നും ഞാൻ കൊടുക്കുകയില്ല. ഈ മെയ് 3-ാം തീയതിയുള്ള തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ തന്നെയാണോ കരുതേണ്ടത്? ഇന്നത്തെ തീരുമാനം, കോട്ടയത്തുണ്ടായ തീരുമാനം ചലനം ഉണ്ടാക്കുന്ന ഒരു ചലനം ഉണ്ടാക്കില്ല. ചലനം ഉണ്ടായല്ലോ, ചലനം ഉണ്ടായി. കേരള കോൺഗ്രസ് പ്രസിഡന്റായി, ചലനം ഉണ്ടായി. ആ ഒരു മാറ്റം സംസ്ഥാനത്ത് മൊത്തത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത. ചലനം ഒരുപാട് ചലനങ്ങൾ ഇനി വരാൻ പോവുകയാണ്. കേരള കോൺഗ്രസ് കൂടുതൽ ശക്തി ആർജിക്കുക, യാതൊരു സംശയമുണ്ടോ? ചലനം ഉണ്ടാവും. കേരള കോൺഗ്രസ് കൂടുതൽ ശക്തി ആർജിക്കും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലെങ്കിലും കേരള കോൺഗ്രസ് ജയിക്കുമെന്ന് കരുതുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. 3 സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ജയിക്കും, 5 സീറ്റ് കിട്ടിയാലും ജയിക്കും. ഞങ്ങൾക്കൊരു 3 പാർലമെന്റ് സീറ്റിനെങ്കിലും അർഹതയുണ്ട്. പക്ഷെ ഇപ്പോൾ ചോദിക്കുന്നെല്ലാം കിട്ടുമോ? ഇല്ല. ഈ തീരുമാനം വന്നതിന് ശേഷം നിരവധി നേതാക്കൾ വിളിച്ചിട്ടുണ്ടാവും. LDFന്റെ തന്നെ മുതിർന്ന നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? എന്തിനാ ഇതൊക്കെ? ആരൊക്കെ വിളിച്ചു, എന്തൊക്കെ വിളിച്ചു എന്നൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ മീഡിയ ആയിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഒരു ഇടത് വിശാല മധ്യതര സഖ്യത്തിലേക്ക് മാണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള താത്വികമായ രാഷ്ട്രീയം. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഞാനതിനെല്ലാം മറുപടി പറയേണ്ട കാര്യമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് സഖ്യത്തെപ്പറ്റി ആലോചിച്ചിട്ടില്ല കേരള കോൺഗ്രസ്. അങ്ങനെ ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. മുന്നണി ഇത് ഈ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തികച്ചും പ്രാദേശിക ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നതാണ്. രാജ്യത്താകമാനം ഒരു മതനിരപേക്ഷ ശക്തി ഉയർന്നു വരണമെന്ന ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ അത്തരം ഒരു കൂട്ടായ്മയ്ക്ക് ഉയർന്നു വരണമെന്ന് മാനസാരം കരുതുന്നുണ്ട്. എവിടെ? ഇപ്പോൾ ഈ BJPയുടെ രാഷ്ട്രീയത്തിന് ബദലായി ഒരു ഇടതു മതേതര ശക്തി ഉയർന്നു വരണമെന്ന, അല്ലെങ്കിൽ മതേതര പാർട്ടികളുടെ യോജിപ്പുണ്ടാവണമെന്ന ചർച്ചകൾ ഉയർന്നു വരുന്നത്. അത്തരം ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായി സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ കക്ഷികൾ രാജ്യ താല്പര്യങ്ങളനുസരിച്ച് ഒരുമിച്ച് നിന്നാൽ നല്ലതാണ്. ഇന്നതൊന്നും ഞാനിപ്പോൾ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുവിൽ കേരളത്തിൽ ഇന്ന് വളരെ സജീവമായ ഒരു ചർച്ചയുണ്ട്. കാരണം LDF വീണ്ടും ശക്തിപ്പെടാൻ പോകുന്നു, അതിന് മാണി സാറിന്റെ സഹായം ഉണ്ടാകും എന്നുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളാണ് വരുന്നത്. അങ്ങനെ തന്നെയാണോ കേരള സമൂഹം കാണുന്നത്? ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. നിങ്ങളിപ്പം ഞങ്ങൾ സഖ്യത്തെപ്പറ്റിയോ ഭാവിയിൽ വരാനിരിക്കുന്ന സഖ്യത്തെപ്പറ്റിയൊക്കെ ഞാനെങ്ങനെയാണ് പറയാം? ഇതൊക്കെ പാർട്ടി നയങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. ഞങ്ങൾ പാർട്ടിക്കകത്ത് ഒന്നും ചർച്ച ചെയ്ത് നയങ്ങൾ രൂപീകരിച്ചിട്ടില്ല. പാർട്ടിക്കകത്ത് കാലാകാലങ്ങളിൽ വരുമ്പോൾ പാർട്ടി ചർച്ച ചെയ്യും, പാർട്ടി നയങ്ങളുണ്ടാവും, അന്നേരം പറയാം. ഇപ്പോൾ ഒന്നുമില്ല. ഇന്നത്തെ തീരുമാനത്തിൽ പാർട്ടി ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ട്. കെ എം മാണി മാധ്യമങ്ങളെ കാണുകയാണ്. കെ എം മാണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസ് തങ്ങളെയാണ് അപമാനിച്ചതെന്ന് കെ എം മാണി പറഞ്ഞു.
ഒപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിയുള്ള തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു അവിടെ കണ്ടത്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് മറ്റു ഗൂഢാലോചനകളോ കൂടിയാലോചനകളോ ഒന്നുമില്ല എന്നാണ് കെ.എം. മാണി പറഞ്ഞത്. കോൺഗ്രസ്സാണ് ഇത്തരത്തിൽ ചതിയന്മാരുടെ ആശാന്മാർ, ചതിയുടെ രാഷ്ട്രീയ വഞ്ചനയുടെ ആശാന്മാർ എന്നും കെ.എം. മാണി തിരിച്ചടിച്ചു.